എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സുഭാഷ് ടെക്സ്റ്റൈൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് 2024 ദേവി പൂജയുടെ കുത്താമ്പളിയിലത്തെ നമ്മുടെ ദേവിയുടെ പൂജയുടെ മഹോത്സവത്തിൻ്റെ വീഡിയോ ആണ് ഇന്നിടുന്നത്. കഴിഞ്ഞ ആഴ്ച ഫുള്ളും പൂജ ഫെസ്റ്റിവലിൻ്റെ തിരക്ക് കാരണം വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുള്ളും ദേവി പൂജയുടെ വീഡിയോ ആണ്. ഇതിപ്പോൾ കോലമാവ് കൊണ്ടിട്ട് നമ്മുടെ വരാന്തയിൽ റംഗോലി അങ്ങനെ കളർ പൊടികളൊക്കെ ഇട്ടിട്ട് കോലിടുന്ന ഫസ്റ്റ് ഡേ ഇടുന്നതാണിത്. അതിൽ ഒരു 7 കളർ 8 കളർ നമ്മൾ രംഗോലിയുടെ ഉള്ളിൽ കളറായിട്ട് ഫുള്ളായിട്ടും കൊടുക്കും. ഇതിപ്പോൾ അരിമാവ് കൊണ്ടിട്ട് ഇട്ടുന്ന കോലങ്ങളാണ്. ദേവി പൂജയുടെ ഇത് ഫസ്റ്റ് ഡേ ആണ്. ഫസ്റ്റ് ഡേയിൽ രാവിലെ ഒരു 5 മണിക്ക് ദേവീനെ എഴുന്നള്ളിക്കും അമ്പലത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട്. അപ്പോൾ ഞങ്ങളത് ദേവീനെ തൊഴാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടേക്ക് രാവിലെ തന്നെ 5 മണിക്ക് തന്നെ നേരത്തെ തന്നെ അങ്ങോട്ട് എത്തും. അമ്പലത്തിൻ്റെ അവിടേക്ക് തന്നെ ഞങ്ങൾ രാവിലെ നേരത്തെ 5 മണിക്ക് തന്നെ അവിടെ എത്തും. ഇത് ദേവിക്ക് നമ്മൾ കത്തിയിടാന്ന് പറയും. അതായത് ദേവിനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുമ്പോൾ കത്തിയിട്ടിട്ടാണ് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ദേവിനെ എഴുന്നള്ളിപ്പിക്കുക. തേരിലൊക്കെ ദേവിനെ ഇരുത്തി 3 റൗണ്ട് ഫുള്ള് 3 റൗണ്ട് നമ്മൾ അമ്പലം ചുറ്റി വന്നിട്ടാണ് ദേവിനെ ഉള്ളിലേക്ക് കൊണ്ടുപോവുക. നല്ല ആഘോഷമാണ്. നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള ദിവസമായിരിക്കും. ആ 3 ദിവസം നമുക്ക് നല്ലൊരു സന്തോഷമുള്ളൊരു ദിവസമായിരിക്കും. അതേപോലെ പഞ്ചവാദ്യം, ബാൻഡ് സെറ്റ് ഉണ്ടാവും, പഞ്ചവാദ്യം ഉണ്ടാവും, പിന്നെ കുറേ ഗാനമേള, അങ്ങനെ കുറേ ഫംഗ്ഷനുകൾ അന്ന് 3 ദിവസത്തേക്കും ഓരോ ഫംഗ്ഷന് ഫുൾ ടൈം ഉണ്ടാവും. ഇതിപ്പോൾ അന്നത്തെ ദിവസം തന്നെ ഫസ്റ്റ് ഡേ തന്നെയാണ്. വൈകുന്നേരം അതേപോലെ നമ്മൾ രാവിലെ എങ്ങനെ ദേവീനെ എഴുന്നള്ളിച്ച് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു, അതേപോലെ വൈകുന്നേരം സിംഹവാഹനത്തിലാണ് ദേവീനെ കൊണ്ടുവരിക. അതേപോലെ 3 റൗണ്ട് അമ്പലം ചുറ്റി വന്ന് കാണാനും നമ്മുടെ കുത്താമ്പളിയിലത്തെ എല്ലാ ആൾക്കാരും ഉണ്ടാവും. നമ്മളിപ്പോൾ ആ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ദേവീനെ കാണാൻ വേണ്ടിയിട്ട് തന്നെ നമ്മളെല്ലാവരും തൊഴാൻ വേണ്ടിയിട്ട് അമ്പലത്തിൻ്റെ അവിടെ ആയിരിക്കും എല്ലാവരും ഫുള്ളായിട്ട് ഉണ്ടാവുക. ഇത് സിംഹവാഹനത്തിൽ ദേവീനെ എഴുന്നള്ളിക്കുന്ന ഇതാണ്. ഇത് വൈകുന്നേരം അന്നത്തെ ദിവസം തന്നെ ഫസ്റ്റ് ഡേ തന്നെ വൈകുന്നേരം 6 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. അതിപ്പോൾ 3 റൗണ്ട് അമ്പലം ചുറ്റി വന്ന് ദേവീനെ ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഏകദേശം ഒരു 7:30 മണിയോളം ആവും. ഇതാണ് വൈകുന്നേരത്തെ ദേവിയുടെ അലങ്കാരം. അന്നത്തെ ഫസ്റ്റ് ഡേ തന്നെയാണിത്. ഇത് ഫസ്റ്റ് ഡേ രാത്രി ഒരു 10 മണി അങ്ങനെ ഫംഗ്ഷൻ, മാവിളക്കിൻ്റെ ഫംഗ്ഷനാണിത്. നമ്മൾ ഉച്ചയ്ക്ക് പൊങ്കലൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ദേവിക്ക് പ്രസാദം കൊടുത്തു കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം മാവിളക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാവ് കുഴച്ച്, ശർക്കരപ്പാവിൽ മാവ് കുഴച്ച് അത് പിടിച്ചിട്ട് നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് ദേവീനെ പ്രദക്ഷിണം വെക്കണ ഇപ്പോൾ തേർഡ് ഡേ വന്നിട്ട് കുറേ ഗെയിംസുകൾ നമ്മളവിടെ അമ്പലത്തിൻ്റെ അവിടെ തന്നെയാണ്. വടംവലി, മ്യൂസിക്കൽ ചെയർ, പിന്നെ ഷൂട്ടിംഗ് ബലൂൺ, അങ്ങനെ ഒരുപാട് രാവിലെ സ്റ്റാർട്ട് ചെയ്യും ഗെയിംസ്. വൈകുന്നേരം ഒരു 7-8 മണി വരെ ഗെയിംസ് ഉണ്ടാവും. മ്യൂസിക്കൽ ചെയറിൽ അതിലും ഞങ്ങളെല്ലാവരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറേ പ്രോഗ്രാമുകളുണ്ട്. 3 ദിവസം നമുക്ക് സമയമേ ഉണ്ടാവില്ല. ഫുൾ ടൈം നമുക്ക് ഗെയിമും കാര്യങ്ങളും അങ്ങനെ കുറേ ഉണ്ടാവും. ഒരുപാട് ക്ഷീണമാവും ചെയ്യും. എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും 3 ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ക്ഷീണമാവും. ഇപ്പോൾ ലെമൺ സ്പൂണാണ്. ലെമൺ സ്പൂൺ ബോയ്സിൻ്റെ ഉണ്ടായിരുന്നു, അതേപോലെ ഗേൾസിൻ്റെയും ലെമൺ സ്പൂൺ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഡി ജെ ഉണ്ട്. അതായത് മ്യൂസിക് ഇട്ടിട്ട് നമ്മൾ ഡാൻസും അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിനെല്ലാം ഞങ്ങൾ സ്ത്രീകളുണ്ടാവും, അതേപോലെ ആണുങ്ങളുണ്ടാവും. ഡി ജെയും നല്ല രസമായിരിക്കും. രാത്രി എന്തായാലും ഒരു 11 മണി വരെ ഡി ജെ ഉണ്ടാവും. അതേപോലെ ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു, അതും 11 മണി വരെ ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു. ഓരോ പ്രോഗ്രാമുകളും ഓരോ ദിവസമാണ്.
ഏകദേശം ഒരു 5 ദിവസത്തോളം തന്നെ നമുക്ക് പ്രോഗ്രാം ഉണ്ടാവും. 3 ദിവസമാണ് കറക്റ്റായിട്ടുള്ളത്. പിന്നെ ബാക്കി 2 ദിവസം അതേപോലെ ഗെയിംസ് ഉണ്ടാവും, DJ, ഗാനമേള, അങ്ങനെ 5 ദിവസം സമയം ഉണ്ടാവില്ല. എന്തായാലും അതിൻ്റെ അങ്ങോട്ട് പോകാനും അമ്പലത്തിലേക്ക് പോകാനും വരാൻ തന്നെ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ നാളെ നമുക്ക് ഒരു പുതിയ സാരിയുടെ വീഡിയോ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു. എല്ലാവരും ഇതേപോലെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.